ഗ്രേസ് മാർക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് YIP ശാസ്ത്രപദം വിജയികൾക്ക്. കേരള സർക്കാരിൻ്റെ ഏറ്റവും നല്ല ഒരു KDISC വഴി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഹൈസ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും കൂടാതെ VHSC തലത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഇന്നോവേഷൻ ആക്ടിവിറ്റിയെ എംപവർ ചെയ്യുന്നത് പദ്ധതി. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ CH മുഹമ്മദ് ആദിലാണ് നമ്മുടെ കൂടെയുള്ളത്. ഞങ്ങളുടെ ഒരു യാത്രയിൽ മംഗലാപുരം എയർപോർട്ടിൽ നിന്നാണ് ആദിലിനെ കണ്ടത്. CHSS ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ദേശീയ തലത്തിലുള്ള ഈ ഒരു പ്രകൃതി മൈതാനിയിൽ നടക്കുന്ന പദ്ധതിയിൽ ആ ഒരു പ്രൊജക്റ്റൊക്കെ അവതരിപ്പിച്ചു. ഇപ്പോൾ ജപ്പാനിലേക്ക് ഈ വിദ്യാർത്ഥിക്ക് അവസരം കിട്ടിക്കുക. മോനെ, ഗുഡ് ഈവനിങ്. വളരെ സന്തോഷമുണ്ട്. നമ്മളിപ്പോഴുള്ളത് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ നിന്ന് ഈ വർഷത്തെ ഇൻസ്പയർ മനാക്ക് അവാർഡിലേക്ക് ദേശീയ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മുഹമ്മദ് ആദിലിന്റെ കൂടെയാണുള്ളത്. ചട്ടഞ്ചാൽ സ്വദേശിയും ചട്ടഞ്ചാൽ സ്കൂളിൽ തന്നെയാണ് ആദിൽ വർക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പം ആദിലും അവന്റെ ഉമ്മയും അവിചാരിതമായിട്ട് ഞങ്ങൾ ഇന്ന് മാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ഡൽഹിയിലെ പ്രഗതി മൈതാനിലേക്കുള്ള ആദിലിന്റെ പരിപാടി കൂടി മറ്റന്നാൾ ഞങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക് ആദിൽ. ഓക്കെ, താങ്ക് യു. എന്തൊക്കെയാണ് നിനക്ക് വേറെ എന്റെ പ്രതീക്ഷ എന്തൊക്കെയാണ് ഈ ഇൻസ്പയറിൽ വന്നതിന് ശേഷം നിന്റെ ഒരു ഐഡിയ? ഞാൻ ഈ പ്രാവശ്യത്തെ കോഴിക്കോട് ജില്ലയിലെ ഇൻസ്പയറിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മുഴുവൻ നിന്റെ ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ നീ എന്തായിരിക്കും പറയുന്നവരോട്? നിങ്ങൾ ജയിക്കോ തോക്കോ എന്ന് പറഞ്ഞിട്ടല്ല ഈ പരിപാടിക്ക് പങ്കെടുക്കേണ്ടത്. പോവാ, പങ്കെടുക്കാം. ചിലപ്പോ നിങ്ങളുടെ ഒരു ഐഡിയ അല്ലേ, നിങ്ങളുടെ ഒരു ഐഡിയ ലോകത്തിന് സമ്മാനിക്കാം, ഒരു ആശയം സമ്മാനിക്കാം. അത് ഇപ്പൊ നമ്മ ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞാ വെയിറ്റ് ഹോട്ടലില് ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞാ വെയിറ്റർ വന്ന് ടേബിളിൽ ക്ലീൻ ആക്കുമല്ലോ. അപ്പൊ കൊറേ ഇപ്പൊ നല്ല തിരക്കുള്ള ഹോട്ടലിലാകുമ്പോ 4 ആള് ഉണ്ട് വെച്ചാ 4 ആള് ക്ലീനിങ്ങിന്. അപ്പൊ ഈ എന്റെ സാധനം എന്താ വെച്ചാ നമ്മള് ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞാ വെയിറ്റർ വരും, ഒരു ബട്ടൺ നിൽക്കാം, ഓട്ടോമാറ്റിക്കലി ആ പ്ലേറ്റ്സ് എടുക്കണം, ഓട്ടോമാറ്റിക്കലി ഫുള്ള് ക്ലീൻ ആവും. അതിനെ വേസ്റ്റ് ഫുള്ള് ക്ലീൻ ആയി ഒരു ഡബില് വന്ന് പോകും. ഇനി നെക്സ്റ്റ് പുതിയ പ്ലേറ്റ് വെക്കാൻ വരുമ്പോ ആ ഡബ് നമുക്ക് മൂവ് ആക്കിയിട്ട് വെക്കാം. ഇപ്പൊ ആ 4 ആളേന്ന് ഈ എന്റെ പ്രൊഡക്റ്റ് വെച്ചെങ്കിൽ 4 ആളേന്ന് നമുക്ക് 2 ആളാക്കാൻ പറ്റും. 2 ആള് എല്ലാ മെക്കാനിസം എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അതില് ബാറ്ററിയിലാണോ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഇലക്ട്രിക്കലാണോ? ഇലക്ട്രിക്കലിലും പ്രവർത്തിക്കാം, ബാറ്ററിയിലും പ്രവർത്തിക്കാം. അത് സാധ്യതകളുണ്ട്. ഇംപ്രവൈസ് ചെയ്യും. അപ്പം പ്രഗതി മൈതാനില് ഇന്ത്യയിലെ മെഡിക്കൽ ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഇൻസ്പയറിൽ കൂടുതൽ ഇപ്പൊ ഇന്ത്യയിൽ അറൗണ്ട് ഓരോ സ്റ്റേറ്റിൽ നിന്നും 5 ആണ് മാക്സിമം ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ 28 സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. ഏതാണ്ട് ഒരു 100-200 പാർട്ടിസിപ്പൻസ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പം അതിൽ നിന്ന് 50 പേരെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ആദിലിനെ തെരഞ്ഞെടുക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അതിന്റെ കൂടെ അതിന്റെ ഉമ്മയുണ്ട് ഡൽഹിയിലേക്ക്. ഉമ്മയ്ക്കും ഒക്കെ ജയിക്കുന്നതിനപ്പുറമായിട്ട് മകൻ ഇത്രയും വലിയൊരു കാര്യത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിലുള്ള അഭിനന്ദനം അറിയിക്കട്ടെ. നല്ല ഒരു പിന്തുണയാണ് ഉമ്മച്ചിയും കൊടുക്കുന്നത്, അല്ലേ? നോക്കൂ, സ്കൂൾ തലത്തിൽ തന്നെ നല്ല ആശയങ്ങളുണ്ടെങ്കിൽ അതിനെ എംപവർ ചെയ്ത് ഐഡിയേഷൻ ക്രിയേറ്റ് ചെയ്ത് കൃത്യമായ സയൻറ്റിഫിക് മെത്തേഡിലൂടെയാണ് ഗവൺമെൻറ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക, ടീച്ചേഴ്സും ശ്രദ്ധിക്കുക, പാരൻസും ശ്രദ്ധിക്കുക. ഇങ്ങനൊരു YIP പ്രോജക്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ അത് ഫ്ലറിഷ് ചെയ്ത് ലോകത്തെത്തിക്കുന്ന സാധ്യതകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ മാറി നിൽക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സ്റ്റാർട്ടപ്പിൻ്റെ ലോകത്ത് സയൻറ്റിഫിക് ആയിട്ട് തന്നെ നമുക്ക് വിദ്യാർത്ഥികളെ എത്തിക്കേണ്ട YIP പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയമാണ്. സ്കൂളുകൾ രജിസ്റ്റർ ചെയ്യണം, വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യണം, ടീമായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിനുള്ള പ്രോസസ്സ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിൻ്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. സോ വാച്ച് ഇറ്റ് ആൻഡ് ഡു ഇറ്റ്. താങ്ക് യു.